അവളോട് സഹകരിക്കാൻ പോകുന്നതേ റിസ്ക് ഉള്ള കാര്യമാണെന്ന് തോന്നുന്നു. ചേച്ചിയെ കണ്ടില്ലേ, അനന്യയുടെ കൂടെ പോയ ശേഷം എന്തുമാത്രം ഭയന്നിരിക്കാന്ന്. എന്തു പറ്റി ചേച്ചി എന്ന് ചോദിച്ചാ മതി, പേടിച്ച് വിറയ്ക്കും. അതെ രാജി, ഞാനും അങ്ങനെയൊക്കെ കേട്ടു. അവരുടനെ വീർക്കാൻ തുടങ്ങി. എന്നോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോഴേ എനിക്ക് സംശയം തോന്നിയത് ഈ അനന്യ എന്തോ ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാനൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പ്ലാൻ ഉണ്ട്. ഈ പ്ലാൻ എന്താണെന്ന് നീ അറിഞ്ഞാൽ നീ തന്നെ എന്നെ അഭിനന്ദിക്കും. കേട്ടാ, പുകഴ്ത്തലൊക്കെ പിന്നെയാകാം. ആദ്യം ഐഡിയ എന്താന്ന് പറ. ഒരു മിനിറ്റ്. ഇത് നോക്ക്. എന്താ ഏട്ടാ ഇത്? ഇതിലെന്താ ഉള്ളത്? ഇത് CC ക്യാമറ. ഇത് കൊണ്ടുചെന്ന് അനന്യയുടെ റൂമിൽ ഫിക്സ് ചെയ്താൽ അവൾ ആര്, എന്ത്, അവൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് എല്ലാം ഇതിൽ റെക്കോർഡ് ചെയ്യും. അപ്പോ അവൾ ആരെന്ന് കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പം സാധിക്കും. അല്ല ഏട്ടാ, ഇത് അവളുടെ റൂമിൽ വെക്കുകയാണെങ്കിൽ അവളത് കാണില്ലേ? ഇല്ല രാജി, അവൾക്കറിയാത്തതുപോലെ നമ്മളിത് ഫിക്സ് ചെയ്യും. അപ്പൊ അവള് മായമോ മന്ത്രമോ കാണിക്കുന്നെന്നും അതോ മറ്റെന്തെങ്കിലും കാണിക്കുന്നൊക്കെ എല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഗുഡ് ഐഡിയ. ആദ്യം ചെന്ന് ആ നശിച്ചവരുടെ റൂമിൽ ഈ CCTV ഫിക്സ് ചെയ്യും. എന്നിട്ട് നമുക്ക് അവക്കിട്ടൊരു പണി കൊടുക്കാം. ശരി, നീ ഇവിടെ നിൽക്കേ, ഞാൻ പോയി ഫിക്സ് ചെയ്തിട്ട് വരാം. എടി അനന്യയെ, വിക്രമിനെ സരോജയെ നീ കൈക്കുള്ളിലാക്കിയെന്ന് വെച്ച് ഞാൻ നിന്നെ വെറുതെ വിടുവെന്ന് കരുതിയോ നീ? ഒരിക്കലും നിന്നെ വിടില്ല. നിന്നെ ദത്തെടുത്ത വിക്രമിനെയും സരോജയും കൊണ്ട് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ പേര് പിന്നെ രാജേശ്വരി എന്നായിരിക്കില്ല. രുദ്ര, ഈ സ്ഥലത്ത് തന്നെയാവണം നീ നിന്റെ തപസ് അനുഷ്ഠിക്കേണ്ടത്. ശരി സ്വാമി, പറഞ്ഞോളൂ. ഞാൻ എങ്ങനെയാണ് തപസ് അനുഷ്ഠിക്കേണ്ടത്? സമാധാനിക്കുക, ഞാൻ പറയാം. ജയ് മഹാകാല. രുദ്ര, ഞാൻ ഈ വരച്ചിരിക്കുന്ന വൃത്തത്തിന്റെ നടുവിലിരുന്ന നീ നിന്റെ തപസ് ആരംഭിക്കണം. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സൂര്യഗ്രഹണം ആരംഭിക്കാൻ പോവുകയാണ്. ശരി സ്വാമി, ഞാൻ ഏത് ദർശനത്തിലിരിക്കണമെന്ന് പറയൂ. നിൽക്കു രുദ്ര, ഇനിയും ചില കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സൂര്യഗ്രഹണം ആരംഭിക്കും. അത് ആരംഭിക്കുന്ന സമയത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തന്ന മന്ത്രങ്ങൾ ഉരുവിടാൻ ആരംഭിക്കൂ. പക്ഷെ യാതൊരു കാരണവശാലും നീ ജപം നിർത്താൻ പാടില്ല. സൂര്യഗ്രഹണം ആരംഭിച്ച് അത് അവസാനിക്കുന്നത് വരെ. ഇനി അഥവാ നീ എപ്പോഴെങ്കിലും മന്ത്രജപം പാതിയിൽ നിർത്തിയാൽ അതെനിക്ക് ബുദ്ധിമുട്ടായി മാറും. നിനക്ക് ദീക്ഷ തന്ന എനിക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. അങ്ങ് വിഷമിക്കേണ്ട സ്വാമി. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഞാൻ എന്റെ തപസ് മുടക്കുകയില്ല. ഇടിയോ മിന്നലോ മഴയോ ഇനി കൊടുങ്കാറ്റ് വന്നാൽ പോലും ഞാൻ എന്റെ തപസ് തുടർന്നുകൊണ്ടേയിരിക്കും. രുദ്ര, ഈ സ്ഥലത്ത് കുങ്കുമവും മഞ്ഞളും ചേർത്ത് നമസ്കരിച്ചിട്ട് പത്മാസനത്തിലിരിക്കൂ. ഓം ബ്രഹ്മ വിഷ്ണു മഹേശ്വരായ സപ്തകോടി മന്ത്രമൂർത്തി ദേവാലയ. ഓം ഫട്ട് സ്വാഹ. ജയ് മഹാകാല. ഭയപ്പെടാതിരിക്കൂ രുദ്ര, ഇത് നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാ. നിന്റെ തപസ്സിന് യാതൊരു തടസ്സവും ഉണ്ടാകരുത്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഈ രക്ഷാകവചത്തെ
നിനക്ക് ചുറ്റും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. നീയല്ലാതെ നീ തപസ് ചെയ്യുന്നത് മറ്റാരും അറിയാൻ പാടില്ല. എന്നാൽ നിനക്ക് എല്ലാം അറിയാനാകണം. നിന്റെ തപസ് ആരംഭിച്ചോളൂ. ശരി സ്വാമി. ഒരു കാര്യം ഓർമ്മ വേണം രുദ്ര, സൂര്യഗ്രഹണം അവസാനിക്കുന്നത് വരെ നീ നിന്റെ തപസ് തുടർന്നേ മതിയാകൂ. സൂര്യഗ്രഹണം അവസാനിച്ചു എന്ന ഞാൻ വന്ന് നിന്നോട് പറയുന്നത് വരെ നീ നിന്റെ തപസ് മുടക്കരുത്. മനസ്സിലായോ രുദ്ര? മാത്രമല്ല, ഞാൻ പറയുന്നത് വരെ നീ ഈ കവചം വിട്ട് പുറത്തു വരരുത്. ഒരു പക്ഷെ നീ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ അതുകൊണ്ടുള്ള ദോഷം എനിക്കാണ്. ഇല്ല സ്വാമി, ഞാൻ വരില്ല. എന്റെ ഈ തപസ് ഞാൻ ഒരിക്കലും മുടക്കില്ല. അങ്ങ് വന്നെന്നെ വിളിക്കുന്നത് വരെ. ജയ് മഹാകാല! രുദ്ര, ആ കാലഭൈരവൻ നിനക്ക് എല്ലാ ശക്തിയും നൽകട്ടെ. തുടങ്ങിക്കോളൂ. ജയ് മഹാകാല! കാലകാലേശ്വരായ രുദ്രരൂപായ. ജയ് മഹാകാല! ആണി എത്ര ബലഹീനമാണെങ്കിലും അതിനെ ശക്തിപ്പെടുത്താൻ ഒരാളില്ല എന്നുള്ളത് നിന്റെ കാര്യത്തിൽ അത് ശരിയാണ് രുദ്ര. ജപം തുടർന്നോളൂ. ഇത്ര നേരിട്ടും അർജുനെ കണ്ടില്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അർജുൻ. ഞാൻ ഇപ്പം നിന്നെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ. വാ, നമുക്കൊന്ന് പുറത്തു പോകണം. പുറത്തുനിന്ന് പറഞ്ഞ എവിടെയാ സാർ? ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഒന്നിച്ച് പോയെന്ന് കണ്ടിട്ട് വരാം. വാ, നമുക്ക് വേഗം പോവാം. അയ്യോ മഹാദേവ, കുതിരപ്പുറത്ത് കയറി പോകാൻ നിൽക്കുന്ന പോലെ ഇയാൾ ഇവിടെ കിടന്ന് ചാടി ചാടി നിൽക്കുകയാണല്ലോ. ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ഞാൻ എങ്ങനെയൊന്ന് രക്ഷപ്പെടുക? ഇത്രയും നാള് അനന്യ ഒന്ന് കാണാൻ ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റിയ മതി എന്ന് ആലോചിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെടാന്ന് ആലോചിച്ച് നടക്കുക ഞാൻ. എന്ത് കഷ്ടമാ. ഈ മിസ്മായക്കാരിയാണെങ്കിലോ എന്റെ പ്രണയം ഒന്ന് സമ്മതിക്കാതെ കൊല്ലാതെ കൊന്നോണ്ടിരിക്കുക. ഇന്ന് ഞാൻ ഇങ്ങയുടെ കൂടെ പോയാ എന്റെ അനന്യെ പിന്നെ എങ്ങനെയാ കാണുക? ഞാൻ എന്നും ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെ എന്റെ അനന്യെ ഒരു നോക്ക് കാണാൻ വേണ്ടിയാ. അവളെ എങ്ങനെയൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ഇപ്പൊ ഒരു മാർഗം? അർജുൻ, വാ പോവാം. ഇപ്പൊ തന്നെ ലേറ്റായി. ആ സാർ, ദാ വരുന്നു. കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ കാറിൽ വെയിറ്റ് ചെയ്യാം. വേഗം വാ. മാഡം. അർജുൻ, കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? ദേ ഇപ്പൊ കൊണ്ടുവരാം. താങ്ക്സ് മാഡം. കുടിക്കേ. മാഡം, മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനുണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ വാങ്ങി തന്നതിന് ശേഷം ജോലിക്ക് പൊക്കോളാം. താങ്ക്സ് അർജുൻ, മാർക്കറ്റിലേക്ക് പോവാന്ന് പറഞ്ഞതിന്. ഇന്ന് മാർക്കറ്റിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഏട്ടൻ കാറില് അർജുനെ വെയിറ്റ് ചെയ്യാണെന്ന് തോന്നുന്നു. അറിയാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഡം. ശരി. ഇന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആവുന്നില്ലല്ലോ മഹാദേവ. ഇനിയിപ്പോ എന്താ ചെയ്യാ? സാറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനും വഴിയില്ല. അനന്യ മാഡം, നിങ്ങൾക്ക് അമ്പലത്തിലോ മറ്റോ പോവാനുണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അമ്പലത്തിൽ കൊണ്ടുവന്നാക്കി തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയിട്ട് ജോലിക്ക് പൊക്കോളാം. ഇല്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അമ്പലത്തിൽ പോണമെങ്കിൽ പോയിട്ട് വരൂ അനന്യ.
ഇല്ല അമ്മേ, ഇന്ന് ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകുന്നില്ല. ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടാവും. എടോ അനന്യ, പ്ലീസ് എടോ, തന്നെ ഇവിടെ വിട്ടിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. എന്നെ തൽക്കാലം താൻ തന്നെ ഒന്ന് രക്ഷിക്കണം. അച്ഛൻ കാത്തിരിക്കുന്നുണ്ട്, താനിപ്പോ പൊക്കോളൂ. അർജുൻ, ഒന്ന് വേഗം വാ, ലേറ്റായി. ആ സാർ, ഇതാ വരിക. അമ്മാവിന്റെ കൂടെ പോയേ പറ്റുന്ന തോന്നേ. എന്തൊരു കഷ്ടമായത്. സോറി സാർ, ഞാൻ ലേറ്റ് ആയോ? അത് സാരമില്ല, വാ വേഗം കയറ്, പോവാ. ഓക്കെ സാർ. ഇന്ന് എന്നെയും കൊണ്ട് തന്നെ ഇറങ്ങിയല്ലോ എന്റെ അമ്മാവാ. നിങ്ങളുടെ മോടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാ ഞാൻ ഈ ജോലിക്ക് തന്നെ വന്നത്. പക്ഷെ ഇന്ന് എന്റെ അനന്യയുടെ കൂടെ എത്ര തന്നെ നിൽക്കാൻ ശ്രമിച്ചിട്ടും എന്നെയും കൊണ്ടേ പോവല്ലേ അമ്മാവാ. ഇങ്ങേരുടെ ഒരു കാര്യം, പ്ലീസ് എന്നെ ഒന്ന് ഫ്രീ ആക്ക്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ മകളെന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് അവളെ കല്യാണവും കഴിച്ച് എന്നാൽ കഴിയുന്നത്ര വേഗത്തിൽ ഒരു പേരക്കുട്ടിയും കയ്യിൽ വെച്ചു തരാം. ബുദ്ധിമുട്ടാവില്ലല്ലോ? അത് സാരമില്ല സാർ, എന്റെ കയ്യിൽ വണ്ടി ഉണ്ടല്ലോ, ഞാൻ അതിൽ വന്നോളാം. ഓക്കെ അർജുൻ. മൊബൈൽ വെച്ചിട്ട് പോയിരിക്കുന്നു. അതൊരവസരമായി കണ്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള പദ്ധതിയായിരിക്കും. താനിന്ന് വീട്ടിൽ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ വഴിയും ഞാനിന്ന് നോക്കും. എടോ അനന്യ, എനിക്ക് തന്റെ കൂടെ നിൽക്കണം, അതിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, അച്ഛൻ ദേ വിളിക്കുന്നു, വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അല്ലേ? നീ നോക്കിക്കോ, ഞാൻ വീട്ടിലേക്ക് തന്നെയാ വരുന്നത്. ഈ അർജുൻ അനന്യ വിട്ടു പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. നീ എവിടെയാണോ അവിടെ ഞാനും ഉണ്ട്. എനിക്കറിയാം താൻ എന്നെ കാണാൻ വീണ്ടും വരൂന്ന്. വന്നോ, താൻ എങ്ങനെ അകത്ത് കിടക്കൂന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്റെ പൊന്ന അനന്യ, തനിക്ക് വേണ്ടി ഞാൻ എന്റെ ഹൃദയം പോലും പണയം വെച്ചിരിക്കുക. പിന്നെയാണ് ഒരു മൊബൈൽ മറന്നു വെക്കുന്ന കാര്യം. ഇന്നത്തെ കാലത്തെ പയ്യന്മാർക്ക് ഗേൾഫ്രണ്ടിനെക്കാളും ഭാര്യയെക്കാളും വലുത് മൊബൈൽ തന്നെയല്ലേ? പക്ഷെ എനിക്ക് മൊബൈലിനെക്കാളും തന്നെയാണോ ഇഷ്ടം. താൻ എപ്പോഴും എന്റെ കൂടെ ആണെങ്കിൽ ഈ ലോകം മുഴുവൻ എന്റെ കൂടെയാണെന്ന് തോന്നും. എന്താന്ന് വെച്ചാ എന്റെ ലോകം തന്നെ താനാ. താനില്ലാതെ എനിക്കൊരു ജീവിതമില്ല. അയ്യോ, അർജുന്റെ മൊബൈൽ ഇവിടെ ഇരിക്കുകയല്ലേ? പാപം, ഒരാവശ്യമില്ലാതെ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അർജുനെ ഞാൻ തന്നെ പോയി കാറിൽ കൂട്ടിക്കൊണ്ടുവരാം. ഡ്രൈവർ, വണ്ടി തിരിച്ച് വീട്ടിലേക്ക് വിട്. അർജുനെ കൂട്ടിക്കൊണ്ടുപോവാം.
അർജുൻ, അർജുൻ, ഇങ്ങ് വാ. ആ വരുന്നു സാർ. തന്റെ ഫോൺ ദാ ഇവിടെ ഉണ്ട്. ആണോ സാർ? എവിടെ നിന്നാ കിട്ടിയത്? ഇത് കാർ തന്നെ ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. വാ കേറ്. ആ സാർ. അല്ല, ഫോൺ എങ്ങനെയാ കാറിൽ വന്നത്? ഇവിടെ വരാൻ ഒരു സാധ്യതയില്ലല്ലോ. ഒരുപക്ഷെ സാറെങ്ങാനും എടുത്തോണ്ട് വന്നതാണോ? ചാൻസേ ഇല്ല. സാർ എനിക്ക് മുന്നേ കാർ കയറിയതല്ലേ. ഇത് എന്റെ ഫോൺ തന്നെയാണോ അതോ മറ്റാരുടെയെങ്കിലോ? കോണ്ടാക്ട് ലിസ്റ്റ് നോക്കി അറിയാവുന്നതല്ലേ ഉള്ളൂ. ഇത് എന്റെ ഫോൺ തന്നെയാണല്ലോ. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. വാട്ട് എ മിറാക്കിൾ! എങ്ങനെയാ ഇത്? എനിക്ക് തോന്നുന്നത് അനന്യ ഇടയ്ക്കിടയ്ക്ക് മായ കാണിക്കാറുണ്ടല്ലോ. ഇതും അങ്ങനെ തന്നെ ആയിരിക്കണം. ഐ തിങ്ക് ഈ പെണ്ണ് വെറുതെ എന്നെ കളിപ്പിക്കുന്നതായിരിക്കും. അമ്മേ, അർജുന് ആഹാരമായിട്ട് വന്നതാണോ? അതെ മോളെ, അവനെ അകത്ത് പൂട്ടിയിട്ടിട്ട് സമയത്ത് ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ? അതാ. ശരി അമ്മേ, ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊടുക്കാം. അതൊന്നും വേണ്ട മയൂരി, നീ എന്തിനാ കഷ്ടപ്പെടുന്നേ? എന്താ അമ്മ ഈ പറയുന്നേ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, ഒരു കഷ്ടപ്പാടും ഇല്ല. എന്തായാലും ഇതെല്ലാം ഇനി മുതല് ഞാൻ തന്നെയല്ലേ ചെയ്യണ്ടേ? അതെ, അതൊക്കെ ശരിയാ. പക്ഷേ ഞാൻ അവനെ അകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് എന്നോട് നല്ല ദേഷ്യത്തിലായിരിക്കും. ഞാനവനെ പൂട്ടിയിട്ടതും പോരാഞ്ഞ് അവനെ കാണാനോ സംസാരിക്കാനോ ചെല്ലാത്തത് കൊണ്ട് പിന്നെ അവൻ എന്നോട് ഒരിക്കലും മിണ്ടിയില്ലെന്നും വരാം. അമ്മ ഒരു മിനിറ്റ്. എന്താ മയൂരി? ഇപ്പൊ അമ്മ അകത്തേക്ക് പോവാണെങ്കിൽ ഒരു കുരുക്ഷേത്ര യുദ്ധം തന്നെ നടക്കും. നീ എന്താ ഈ പറയുന്നേ? അതെ അമ്മേ, അമ്മ അവനെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് അമ്മയോട് അവന് ഒരുപാട് ഒരുപാട് ദേഷ്യത്തിലിരിക്കുക. ഈ സമയത്ത് അമ്മ എങ്ങനെ അകത്തേക്ക് പോയാ ദുര്യോധന വധം നടക്കുമെന്ന് ഉറപ്പാ. കണ്ടില്ലേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവനെ പൂട്ടിയിട്ടത് കൊണ്ട് എന്നോട് ശരിക്കും ദേഷ്യം ഉണ്ടാവുമെന്ന്. ഇപ്പൊ എന്ത് ചെയ്യും മയൂരി? യു ഡോണ്ട് വറി അമ്മേ, ഈ ടിഫിൻ എന്റെ കയ്യിലേക്ക് തന്നേക്ക്. ഞാൻ അവന് കൊടുത്തിട്ട് നിന്നെ ഇവിടെ പൂട്ടിയിട്ടതിൽ അമ്മയ്ക്ക് ഒരു പങ്കും ഇല്ലെന്ന് പറഞ്ഞ് അമ്മയോടുള്ള ദേഷ്യത്തെ ഞാൻ കുറപ്പിക്കാം. നീ പറഞ്ഞത് ശരിയാ മയൂരി. നീ പറഞ്ഞതുപോലെ അർജുൻ എന്നോട് നല്ല ദേഷ്യമായിരിക്കും. മയൂരി, അർജുനോട് അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയണേ. അതുകൂടാതെ അമ്മയോട് ദേഷ്യപ്പെടരുതെന്നും പറയണം. ശരി അമ്മേ, അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം. ശരി, നീ അകത്ത് പോയി ഇത് കൊടുത്തിട്ട് അവനോട് സംസാരിക്ക. ഞാൻ ഇവിടെ നിന്ന് അവൻ എന്താ പറയുന്നതെന്ന് കേൾക്കാം. ശരി അമ്മേ, അമ്മ ഇവിടെ തന്നെ നിക്കണം, അകത്തേക്ക് വരാനൊന്നും നോക്കണ്ട. അമ്മ എങ്ങനെ അകത്തേക്ക് വന്നാ അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കും. ശരി, നീ പൊയ്ക്കോ, ഞാനിവിടെ നിൽക്കാം. ഇവിടെ തന്നെ നിക്കണേ. ഇതിപ്പോ ഈ CC ക്യാമറ എവിടെ ഫിക്സ് ചെയ്താലാണ് എല്ലാം കൃത്യമായിട്ട് കിട്ടുക? കറക്റ്റ്, അതാണ് ശരിയായ സ്ഥലം. ഇവിടെ ഫിക്സ് ചെയ്താൽ ഈ റൂമിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യും.
അർജുൻ, അമ്മ ടിഫിൻ തന്നു വിട്ടിട്ടുണ്ട്, എഴുന്നേറ്റ് കഴിക്കേ. എന്താടാ, നിന്നെ പൂട്ടിയിട്ടത് കൊണ്ട് നിന്റെ അമ്മയോട് നിനക്ക് ദേഷ്യമാണോ? പാവം, അമ്മയ്ക്കിതില് ഒരു പങ്കും ഇല്ലടാ. നിന്നെ പൂട്ടിയിട്ടതിന്റെ പേരിൽ എന്തുമാത്രം വിഷമിക്കുകയാണെന്ന് അറിയോ നിന്റെ അമ്മ. അതുകൊണ്ട് നീ ദേഷ്യത്തിലാണോ ഇല്ലെന്ന് അറിയാത്തത് കൊണ്ട് അമ്മ എന്റെ കയ്യിൽ തന്നെ ടിഫിൻ തന്നു വിട്ടത്. പ്ലീസ് ഇത് കഴിക്ക്. ഇപ്പൊ നീ ഇത് കഴിച്ചില്ലെങ്കിൽ അമ്മ എന്തുമാത്രം വിഷമിക്കുമെന്ന് നിനക്ക് അറിയാമോ? പ്ലീസ് ഇതൊന്ന് കഴിക്ക്. ഞാൻ വിചാരിച്ച പോലെ അർജുൻ എന്നോട് നല്ല ദേഷ്യത്തില.